സാങ്കേതിക വിദ്യ ഇത്രയധികം അതിൻ്റെ ശക്തി പ്രാപിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണല്ലോ. അപ്പോൾ ഇവിടെ ഈ ഒരു മേഖല, ഈ ഒരു ട്രാൻസ്ലേഷൻ എന്നുള്ളൊരു മേഖല പൂർണ്ണാർത്ഥത്തിൽ ഇല്ലാതാവും, അത് തകരും. ഹലോ സർ, ദ ലൈൻ ലാംഗ്വേജ് അക്കാഡമിയുടെ ടോക്ക് വിത്ത് എക്സ്പേർട്ട് എന്ന എപ്പിസോഡിലേക്ക് സ്വാഗതം. സർ, ഒരു ട്രാൻസ്ലേറ്റ് എന്ന നിലയിൽ നിങ്ങളെ ഈ മേഖലയിലേക്ക് എത്തിച്ച പ്രധാന ഘടകം എന്തായിരുന്നു? ഭാഷയോടുള്ള ഇഷ്ടം തന്നെയാണ് കാര്യമായും എന്നെ ട്രാൻസ്ലേഷനിലേക്ക് മോട്ടിവേറ്റ് ചെയ്തത്. നമ്മൾ പഠിച്ച സ്ഥാപനം അറബി, ഇംഗ്ലീഷ്, ഉറുദു, മലയാളം ഭാഷകൾക്ക് നന്നായി പ്രാധാന്യം നൽകിയിരുന്നു. അപ്പോൾ ഒരുപാട് അവസരങ്ങൾ നമുക്ക് തുറന്നു വന്നിരുന്നു. കാര്യമായിട്ടും നമ്മൾ പഠിക്കുന്ന സമയത്ത് വലിയ ഡിഗ്രി സെഷനിലേക്ക് എത്തുമ്പോൾ നമുക്ക് പുറം രാജ്യങ്ങളിൽ പോകാനും അത്തരം കോൺഫറൻസുകളിൽ പങ്കെടുക്കാനും ലാംഗ്വേജ് പരമായ, ട്രാൻസ്ലേഷൻ പരമായ മത്സരങ്ങളിൽ പങ്കെടുക്കാനൊക്കെ അവസരം ഉണ്ടായിരുന്നു. അപ്പോൾ ചെറുപ്പം മുതലേ വലിയ ആളുകൾ ഇത് പോകുന്നത് കാണുകയും ഭാഷയെ നമ്മൾ ചെറുപ്പം മുതലേ നന്നായി സ്നേഹിക്കുകയും ഇത്തരം പ്രോഗ്രാമുകളിൽ നമുക്കും പങ്കെടുക്കണം, എക്സൽ ചെയ്യണം എന്നൊക്കെ ആഗ്രഹം നമുക്ക് വന്നിരുന്നു. അങ്ങനെയാണ് ഭാഷയിലേക്ക് വരുന്നതും ട്രാൻസ്ലേഷനിലേക്ക് വരുന്നതും. അൽഹംദുലില്ലാ, അള്ളാഹുവിൻ്റെ തൗഫീഖ് കൊണ്ട് പഠന സമയത്ത് തന്നെ ഖത്തർ, മലേഷ്യ തുടങ്ങിയുള്ള രാജ്യങ്ങളെ വിസിറ്റ് ചെയ്യാനും ഭാഗ്യം ലഭിച്ചു. അപ്പോൾ ട്രാൻസ്ലേഷൻ എന്നുള്ളത് നമ്മുടെ അവസരങ്ങളെ ലോകത്തോളം ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് തന്നെയാണ് കാര്യമായും എന്നെ ട്രാൻസ്ലേഷനിലേക്ക് സ്വാധീനിച്ചതും പ്രധാന ഘടകമായി വർത്തിച്ചതും. ഈ ഒരു മേഖലയിൽ ആഗോളതലത്തിൽ തന്നെ ഏറ്റവും അധികം ഡിമാൻഡിങ് ആയിട്ടുള്ള ഭാഷകൾ ഏതൊക്കെയാണ്? ഏറ്റവും ഹൈലി ഡിമാൻഡിങ് ആയിട്ടുള്ള രണ്ട് ഭാഷകൾ എന്ന് പറയുന്നത് അറബിയും ഇംഗ്ലീഷും തന്നെയാണ്. കൂടെ ആഡ് ഓൺ ആയിട്ട് നമുക്ക് ഫ്രഞ്ച്, ജർമ്മൻ, സ്പാനിഷ് ഇത്തരം ഭാഷകളിൽ കൂടെ നമുക്ക് അവഗാഹമുണ്ടെങ്കിൽ നമ്മുടെ സാധ്യത കൂടുതൽ വർദ്ധിക്കുകയാണ്. ട്രാൻസ്ലേഷൻ മേഖലയിൽ ഒരുപാട് കാലമായില്ല വർക്ക് ചെയ്യുന്നത്. ഈ ഒരു മേഖലയിൽ നിങ്ങൾ അഭിമുഖീകരിക്കുന്ന പ്രധാന വെല്ലുവിളികൾ എന്തെല്ലാമാണ്? നമുക്ക് ട്രാൻസ്ലേഷനിൽ രണ്ട് കാര്യങ്ങളാണ് അറിയേണ്ടത്. TL, SL, സോഴ്സ് ലാംഗ്വേജ്, ടാർഗറ്റ് ലാംഗ്വേജ്. ഇത് രണ്ടിലും നമുക്ക് ഡീപ്പ് നോളജ് വേണമെന്നുള്ളതാണ് ഒന്ന്. മറ്റൊന്ന്, നമുക്ക് നൽകുന്ന ടെക്സ്റ്റുകൾ അതിൻ്റെ സ്വഭാവം നമ്മൾ തിരിച്ചറിയണം. അത് ഫോർമലാണോ, ഇൻഫോർമലാണോ, പോയറ്റിക് ആണോ, അതിൻ്റെ ഒരു സ്വഭാവം നമ്മൾ മനസ്സിലാക്കി ട്രാൻസ്ലേഷൻ ചെയ്യാൻ ശ്രമിക്കണം. അഥവാ ഒരു കോണ്ടെക്സ്റ്റ്, ആ ഒരു ടെക്സ്റ്റിൻ്റെ ഇമോഷൻസ് ഒക്കെ നമ്മുടെ ട്രാൻസ്ലേഷനിൽ റിഫ്ലക്റ്റ് ചെയ്യാൻ നമുക്ക് കഴിയുക എന്നുള്ളതാണ്. കാര്യമായിട്ടും അതിന് ചിലപ്പോൾ ചില സ്പെഷ്യൽ ടെർമിനോളജീസ് വരും. അപ്പോൾ അതിൻ്റേതായ ഗ്ലോസറികളും നല്ല റെഫറൻസുകളും നമ്മൾ ഫൈൻഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഡിഫിക്കൽറ്റി ആയിട്ട് ഇന്ന് അത് തേടിപ്പിടിക്കുകയും ഏറ്റവും നല്ല ട്രാൻസ്ലേഷൻസിലേക്ക് നമ്മൾ എത്തുകയും ചെയ്യുക എന്നുള്ളതാണ്. അഥവാ ഒരു ഉദാഹരണം പറഞ്ഞാൽ ഫീ ലംഹിൽ ബസർ എന്ന് നമ്മൾ അറബിയിൽ പറയാറുണ്ട്. അഥവാ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ, കണ്ണ് തുറന്നടക്കുന്ന സമയത്തിനുള്ളിൽ എന്നർത്ഥം. ഇംഗ്ലീഷിൽ അതിന് നേരെ ട്രാൻസ്ലേഷൻ കൊടുക്കുക വിത്തിൻ ദി ബ്ലിങ്ക് ഓഫ് ഐ. ഇവിടെ നമുക്ക് ഒരു പ്രശ്നമില്ല, രണ്ട് ഭാഷയിലും ഇത് വളരെ കൃത്യമാണ്. അതേസമയം അറബിയിൽ അലാ ജനാഹിസുർ എന്ന് പറയാറുണ്ട്. വളരെ പെട്ടെന്ന് എന്നുള്ള അർത്ഥത്തിലാണ് ഇത് പറയുന്നത്. ജനാഹ് എന്ന് പറഞ്ഞാൽ തൂവൽ, വിങ് എന്നാണ്. പക്ഷേ അതിനെ നമ്മൾക്ക് ഇംഗ്ലീഷിലേക്ക് അലാ ജനാഹിസുറ വിത്തിൻ ദി വിങ് ഓഫ് പേസ്, സ്പീഡ് എന്നൊന്നും ട്രാൻസ്ലേറ്റ് ചെയ്താൽ അക്യുറേറ്റ് ആവുന്നില്ല. അവിടെ നമ്മൾ ഇമ്മീഡിയറ്റ്ലി, ഓൾ ഓഫ് എ സഡൻ ഇത്തരത്തിലുള്ള ട്രാൻസ്ലേഷൻസ് കൊടുക്കുമ്പോഴാണ് ഇംഗ്ലീഷുകാർക്ക് അത് കൃത്യമായിട്ട് മനസ്സിലാകുക, ട്രാൻസ്ലേഷൻസ് ഏറ്റവും ആപ്റ്റും ആവുന്നത്. ഇപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ സാങ്കേതിക വിദ്യ ഇത്രയധികം അതിൻ്റെ ശക്തി പ്രാപിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണല്ലോ. അപ്പോൾ ഇവിടെ ഈ ഒരു മേഖല, ഈ ഒരു ട്രാൻസ്ലേഷൻ എന്നുള്ളൊരു മേഖല പൂർണ്ണാർത്ഥത്തിൽ ഇല്ലാതാവും, അത് തകരും? ഇല്ല, ഈ ഒരു മേഖല അങ്ങനെ പൂർണ്ണമായിട്ട് തകരൊന്നുമില്ല. കാരണം ഒരു ഹ്യൂമൻ ട്രാൻസ്ലേറ്ററുടെ റോൾ എപ്പോഴും ഇൻഡിസ്പെൻസിബിൾ ആണ്. അത് എപ്പോഴും അവിടെ ബാക്കി തന്നെയുണ്ട്, നമ്മൾ നേരത്തെ സംസാരിച്ചതുപോലെ. പക്ഷേ മനുഷ്യൻ ഹ്യൂമൻ ട്രാൻസ്ലേറ്റർ റോൾ ഇന്ന് ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുന്നു മാത്രം. നമ്മൾ മുമ്പ് ജീവിച്ചിരുന്നത് ഒരു മെമ്മറൈസിങ് പീരീഡിലായിരുന്നു. ഇന്ന് നമ്മൾ ഇത്തരം ടൂൾസിൻ്റെ ഒരു ഇൻ്റർപ്രിട്ടേഷൻ ഏജിലാണ് നമ്മൾ ജീവിക്കുന്നത്. അഥവാ നമ്മൾ അതിൽ പ്രൂഫ് റീഡിങ് നടത്തുന്നു, മാറ്റങ്ങൾ ചെയ്യുന്നു, റീപ്ലേസ് ചെയ്യുന്നു. ഇതാണ് ഒരു ട്രാൻസ്ലേറ്ററുടെ കാര്യമായിട്ടുള്ള റോള്. ഇത്തരം ടൂളുകൾ നമുക്ക് ഒരു ഫസ്റ്റ് ഡ്രാഫ്റ്റ് തരും. ആ ഒരു ഫസ്റ്റ് ഡ്രാഫ്റ്റിൽ എഡിറ്റുകളൊക്കെ വരുത്തിയിട്ട് ഏറ്റവും ഫൈനൽ ഡ്രാഫ്റ്റായിട്ട് നൽകുക എന്നതാണ് ഒരു ട്രാൻസ്ലേറ്ററെ സംബന്ധിച്ചിടത്തോളം ഇന്നുള്ളത്. അപ്പോൾ ഒരു ബേസിക് ട്രാൻസ്ലേഷൻ മാത്രം ചെയ്യാൻ കഴിയുന്ന ഒരാൾക്ക് തീർച്ചയായും അദ്ദേഹത്തിൻ്റെ റോളുകൾ ഇന്ന് കുറഞ്ഞു വരും.
അതേസമയം ഏറ്റവും അപ്ഡേറ്റഡ് ആയി ഏറ്റവും പ്രൊഫഷണലായിട്ട് ഇത്തരം മേഖലയെ കൈകാര്യം ചെയ്യുന്നവർക്ക് മാത്രമാണ് ഇന്ന് പിടിച്ചു നിൽക്കാൻ കഴിയുക. ഗൂഗിൾ ട്രാൻസ്ലേറ്റ്, ഡീപ്പെല് പോലുള്ള AI ടൂളുകൾ അത് നിങ്ങളെ ഈ ഒരു മേഖലയെ സ്വാധീനിക്കുന്നുണ്ടോ? തീർച്ചയായും ഇത്തരം AI ടൂൾസ് ഈ ഒരു മേഖലയെ നന്നായി സ്വാധീനിക്കുന്നുണ്ട്. ഓരോ വിവർത്തകരും ട്രാൻസ്ലേറ്റേഴ്സും ഇത്തരം ടൂളുകളെ ഇന്ന് നന്നായിട്ട് അവലംബിക്കുന്നുമുണ്ട്. എന്നാൽ അവയെ നമ്മളൊരു സഹായം, നമുക്കൊരു ഹെൽപ്പ്, എയ്ഡ് എന്ന കൺസെപ്റ്റിലാണ് നമ്മളതിനെ കാണുന്നത്. ഒരിക്കലും ഒരു ഫൈനൽ സൊല്യൂഷനായിട്ട് ഇത്തരം ടൂളുകൾ നമ്മൾ കാണരുത്. കാരണം ഒരു മനുഷ്യൻ്റെ ഒരു ഇടപെടൽ തീർച്ചയായും ട്രാൻസ്ലേഷനിൽ വരണം. നമ്മൾ നേരത്തെ പറഞ്ഞ കൾച്ചറൽ നുവൻസസ്, ഇമോഷന്, കോണ്ടെക്സ്റ്റ്, ഇത്തരം മനുഷ്യന് പെട്ടെന്ന് മനസ്സിലാവുന്ന സാഹചര്യത്തിനനുസരിച്ചുള്ള ട്രാൻസ്ലേഷൻ നൽകുന്നതിൽ പലപ്പോഴും ഇത്തരം AI ടൂളുകൾ പരാജയപ്പെടുന്നുണ്ട്. അവിടെയൊക്കെ നമ്മൾ നടത്തുകയും അപ്പോൾ നമ്മളൊരു ടെക്സ്റ്റിനെ, നമ്മൾ ട്രാൻസ്ലേഷനെ പോളിഷ് ചെയ്ത് ഏറ്റവും ബെറ്റർ ആക്കാൻ നമുക്കിത് ഉപയോഗിക്കാം. അതിൽ മാറ്റങ്ങളും ചില എഡിറ്റിങ്ങുകളൊക്കെ വരുത്തി ഏറ്റവും ഫൈനൽ സൊല്യൂഷനായിട്ട് മനുഷ്യൻ്റെ കൈകടത്തൽ വന്ന ട്രാൻസ്ലേഷനാണ് നമ്മൾ നൽകേണ്ടത്. ഒരുപാട് സ്റ്റുഡൻസിനുണ്ടാകുന്ന ഒരു ആശങ്ക, ഇപ്പോൾ ലോങ് ടേം കോഴ്സാണ് അതുപോലെ തന്നെ ഷോർട്ട് ടേം കോഴ്സാണോ കൂടുതൽ എഫക്റ്റീവ് എന്നുള്ളത്? അതിന് രണ്ടിനും അതിൻ്റേതായ പോസിറ്റീവ് വശങ്ങളുണ്ട്. പക്ഷേ ഒരു നല്ലൊരു സ്കിൽഫുള്ളായ ട്രാൻസ്ലേറ്റർ ആവണം എന്ന് ആഗ്രഹിച്ചു വരുന്ന ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം എന്തുകൊണ്ടും അവന് ലോങ് ടേം കോഴ്സാണ് ഏറ്റവും അപ്രോപ്രിയേറ്റ്, ഏറ്റവും സ്യൂട്ടബിൾ. കാരണം ഈ ഒരു ലോങ് ടേം സമയത്ത് നമുക്ക് അവൻ്റെ ഡിഫക്റ്റുകൾ മനസ്സിലാക്കാനും അവൻ്റെ ഡിസഡ്വാൻറ്റേജസ് മനസ്സിലാക്കാനും അതിൻ്റെ പരിഹാരക്രിയകൾ വളരെ നല്ല രീതിയിൽ ചെയ്തു കൊടുക്കാനും കഴിയും. അതേസമയം ഷോർട്ട് ടേം കോഴ്സ് നല്ലതാണ്, ഏതെങ്കിലും ഒരു ഏരിയ മാത്രം ബേസ് ചെയ്ത് ട്രാൻസ്ലേഷൻ ചെയ്ത് സ്പെസിഫിക് ഏരിയയിൽ ഷോർട്ട് ടേം കോഴ്സ് ചെയ്യാം. എന്നാൽ ട്രാൻസ്ലേഷൻ എല്ലാ മേഖലയിലെയും നമ്മൾ കൃത്യമായിട്ട് പഠിക്കാൻ ശ്രമിക്കുമ്പോൾ എന്തുകൊണ്ടും ലോങ് ടേം കോഴ്സ് ആയിരിക്കും നമുക്ക് കൂടുതൽ ഇഫക്റ്റീവ് ആവുക. ട്രാൻസ്ലേഷൻ മേഖലയിൽ കരിയർ ബിൽഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് വിദ്യാർത്ഥികളുണ്ട്. ഇവർക്ക് നിങ്ങൾ നൽകുന്ന ഉപദേശങ്ങൾ എന്തൊക്കെയാണ്? ട്രാൻസ്ലേഷൻ പഠിക്കാൻ തൽപരരായ വിദ്യാർത്ഥികളോട് എനിക്ക് 4 കാര്യങ്ങളാണ് പറയാനുള്ളത്. നമ്പർ 1, മാസ്റ്റർ അറ്റ്ലീസ്റ്റ് ഇൻ 2 ലാംഗ്വേജസ് ലിംഗ്വിസ്റ്റിക്കലി ആൻഡ് കൾച്ചറലി. മിനിമം 2 ലാംഗ്വേജിലെങ്കിലും നിങ്ങൾ ഏറ്റവും ടാലൻറ്റഡായി, ഏറ്റവും സ്കിൽഫുള്ളായി ഒരു കോൺഫിഡൻറ്റ് ലെവലിലേക്ക് എത്താനുള്ള ശ്രമം തീർച്ചയായും നടത്തണം. രണ്ടാമതായിട്ട്, ഏതെങ്കിലും ഒരു മേഖലയിൽ നമ്മൾ കൂടുതൽ സ്പെഷ്യലൈസ് ചെയ്ത് പഠിക്കാനുള്ള പ്രാക്ടീസ് ചെയ്യാനുള്ള ശ്രമങ്ങൾ നടത്തുക. ഇന്ന് ട്രാൻസ്ലേഷൻ ഒരുപാട് മേഖലകളുണ്ട്. ലീഗൽ ട്രാൻസ്ലേഷൻസ് ഉണ്ട്, ലിറ്റററി ട്രാൻസ്ലേഷൻ ഉണ്ട്, ടെക്നിക്കൽ ട്രാൻസ്ലേഷൻസ് ഉണ്ട്. ഇതിലേതെങ്കിലും ഒരു മേഖലയിൽ നമ്മൾ കൂടുതൽ അവഗാഹം നേടുകയും കൂടുതൽ പ്രാക്ടീസും ചെയ്യുന്നത് ഉത്തമമായിരിക്കും. നമ്പർ 3, ബി പ്രൊഫിഷ്യൻറ്റ് ഇൻ ന്യൂ ട്രാൻസ്ലേഷൻ ടൂൾസ് ആൻഡ് കീപ് അപ്ഡേറ്റിംഗ് യുവർ സ്കിൽ. ഇന്നൊരുപാട് ടൂളുകളുണ്ട്. ആ ടൂളുകൾ നമ്മൾ കൃത്യമായിട്ട് ഉപയോഗിച്ച് പഠിക്കുകയും നമ്മുടെ സ്കില്ലിനെ നിരന്തരം അപ്ഡേറ്റ് ചെയ്യുകയും ചെയ്തുകൊണ്ടിരിക്കണം എന്നുള്ളതാണ്. നമ്പർ 4, പ്രാക്ടീസ് റെഗുലർലി. നിരന്തരമായിട്ട് പ്രാക്ടീസ് ചെയ്യണം. ട്രാൻസ്ലേഷൻ നമ്മൾ ഏത് മേഖലയിലും ആ മേഖലയിൽ കൂടുതൽ സാമ്പിൾസും കൂടുതൽ മോഡലുകളും കളക്ട് ചെയ്യുകയും അതിൻ്റെയൊക്കെ ട്രാൻസ്ലേഷൻ നമ്മൾ നിരന്തരം ചെയ്ത് പരിശീലിച്ച് കൂടുതൽ അവഗാഹം നേടിയ ആളുകൾ ഫീഡ്ബാക്കൊക്കെ കളക്ട് ചെയ്യുക. ഇത്തരം കാര്യങ്ങൾ ചെയ്ത് നമ്മൾ നിരന്തരമായ പരിശീലനം കൂടെ നമുക്ക് തീർച്ചയായും വേണം. ഇപ്പോൾ ഈ ഒരു മേഖലയിൽ ഒരുപാട് അക്കാഡമികളുണ്ട്. അപ്പോൾ ലൈൻ ലാംഗ്വേജ് അക്കാഡമി എന്ന സ്ഥാപനം ഇതിൽ നിന്നും എന്താണ് പ്രത്യേകിച്ച് വ്യത്യസ്തമാകുന്നത്? നമ്മുടെ ലൈൻ അക്കാഡമിയെ മറ്റു അക്കാഡമികളിൽ നിന്നും വ്യതിരക്തമാക്കുന്ന പ്രധാന ഘടകം എന്നുള്ളത് ഇതിൻ്റെ സിസ്റ്റം തന്നെയാണ്. വളരെ സ്റ്റുഡൻസ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ആപ്പ് നമ്മൾ ബിൽഡ് ചെയ്തിട്ടുണ്ട്. അതിൽ പ്രീ റെക്കോർഡഡ് ക്ലാസ്സസ് അവൈലബിൾ ആക്കുന്നു, വീക്ക്ലി ലൈവ് സെഷൻസ് നൽകുന്നു, ഓരോ ബാച്ചിനും ഒരു മെൻറ്ററും ട്രെയിനേഴ്സിനെയും അവൈലബിൾ ആക്കുന്നു. ഇത്തരത്തിൽ പേഴ്സണൽ മെൻറ്ററിങ്ങിലൂടെ ഓരോ അപ്ലിക്കൻറ്റിൻ്റെയും ആവശ്യകതയും ഡിഫക്റ്റും മനസ്സിലാക്കി അതിന് കൃത്യമായ ട്രെയിനിങ്ങും പ്രാക്ടീസും നൽകുന്ന ഒരു സിസ്റ്റം ഉണ്ട് എന്നതാണ് നമ്മുടെ അക്കാഡമിയുടെ ഏറ്റവും വലിയ സവിശേഷത. ഇവർ ഈ ഒരു അക്കാഡമിയിൽ പഠിച്ച് കഴിഞ്ഞതോടുകൂടെ അതുമായുള്ള ബന്ധം അവസാനിക്കുന്നില്ല. പിന്നെയും ലൈൻ അക്കാഡമി കമ്മ്യൂണിറ്റിയിലൂടെയും ഒക്കെ അവർക്ക് കൂടുതൽ അസിസ്റ്റൻസും അവർക്ക് കരിയർ ബിൽഡ് ചെയ്യാനുള്ള ഹെൽപ്പും അക്കാഡമി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ട്രാൻസ്ലേഷൻ പഠിക്കാൻ തൽപരരായ നിങ്ങൾ ഞാൻ ഈ പറഞ്ഞ 4 കാര്യങ്ങളെ വളരെ കൃത്യമായി ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ പ്രൊമിസിങ് ആയിട്ടുള്ള, വളരെ ശോഭനമായിട്ടുള്ള ഒരു ഭാവി ഞാൻ നിങ്ങൾക്ക് ഗ്യാരണ്ടി ചെയ്യുന്നു.